അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ വികസനമാണെന്നാണ് താങ്കൾ പറയുന്നത്. മെയിനായിട്ട് കക്കൂസിന്റെ വികസനം, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രങ്ങൾക്കെല്ലാം അതിന് പ്രത്യേക ക്ലാസ് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ എത്ര ലിറ്റർ പെട്രോളിനനുസരിച്ച് വില കൂടുന്നതിനനുസരിച്ച് നമ്മൾ എത്ര കക്കൂസ് കെട്ടാം, അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്ത്യ ഒരു കക്കൂസ് വികസന രാജ്യമായിട്ടാണ് താങ്കളുടെ പ്രധാനമായിട്ടും ഈ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പണ്ട് തൂറാനായിട്ട് കക്കൂസില്ലായിരുന്നു. അതുകൊണ്ട് ആ വിഷമം പാവപ്പെട്ടവർക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അയാൾ കക്കൂസ് കെട്ടിക്കൊടുക്കുമ്പോൾ പെട്രോളിന് വില കൂട്ടും. പെട്രോളിന് ഓരോ ദിവസം ഓരോ രൂപ കൂട്ടുന്നവർ ഒരേ കക്കൂസ് ഒരേ സ്റ്റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് 2 കക്കൂസ്. അതാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു മെയിൻ അതിന്റെ ഐഡിയ ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കത് ഇത് പാർലമെന്റ് ഒരു ബില്ലായി പാസ്സാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ബില്ല് അത് പാസ്സാക്കാനും പറ്റില്ല. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ പമ്പിൽ നമുക്ക് ബില്ല് തരും. എത്ര രൂപ കൂടിയാലും നമ്മൾ അടിച്ചേ പറ്റും. രാജ്യത്തിന്റെ വികസനമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വികസനമായ നിലയിൽ ഇപ്പൊ പാർലമെന്റിൽ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. പാർലമെന്റിൽ അംഗീകരിച്ചേ പറ്റൂ. കാരണം മെയിനായിട്ട് പറഞ്ഞാൽ ഈ പാർലമെന്റിലുള്ള ഒരുത്തരം വീട്ടിൽ കക്കൂസില്ല. അവിടെ അവർക്ക് ആദ്യം കക്കൂസ് കെട്ടാൻ വേണ്ടിയാണ് ആദ്യമേ വില കൂട്ടിയത്. അവരെല്ലാം കക്കൂസ് കെട്ടിയതിനു ശേഷം ഇപ്പൊ 6 രൂപ പെട്രോളിന് കുറച്ചു. അത് വലിയൊരു വികസനത്തിന്റെ ഒരു നേട്ടമാണ് അവിടെ കാണുന്നത്. കാരണം ഇത്രയും കക്കൂസ് കെട്ടിയത് ലാഭം പിടിച്ചതുകൊണ്ട് 5 രൂപ പെട്രോളിന് ഇപ്പം കുറച്ച് 106, 110 രൂപ ആയിരുന്നു. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടാണ്. ഭയങ്കര കാര്യമാണ്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് പെട്രോൾ അല്ല, നമുക്ക് വേണ്ടത് നമുക്ക് കക്കൂസ്. അതാണ് മെയിൻ. അതെപ്പോഴും നമുക്ക് വേണം. അതുകൊണ്ട് പെട്രോളിന് നാളെ പെട്രോളിന് വില കൂടി കഴിഞ്ഞാൽ അവിടെ എവിടെയോ കക്കൂസിന്റെ കുറവുള്ളതുകൊണ്ടാണ് കൂട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇന്ത്യ കണക്ക് പ്രകാരം ഇപ്പം ഏകദേശം ഒരുപാട് കക്കൂസുകൾ കെട്ടി ഇതാക്കിയെന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നിലവിൽ വില കുറയ്ക്കില്ലെന്നോ അങ്ങനെ എന്തൊക്കെ വേണം. ഉത്തർപ്രദേശ് യുപിയാണ് ഏറ്റവും കൂടുതൽ കക്കൂസുകൾ കെട്ടി പൊക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ കണക്ക് പ്രകാരം ഇപ്പം നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ മറ്റു രാജ്യക്കണക്കുകൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലും കക്കൂസ് വികസനത്തിന് മുന്നിലാണെന്നാണ്. അപ്പം US പോലും അതിന്റെ ഒരു ഭാഗപ്പെട്ട് വന്നിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വികസനത്തിന് മുന്നോടിയായിട്ടാണ് ഈ പെട്രോൾ വില എന്നാണ് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കുന്നത്. അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ എല്ലാവർക്കും കക്കൂസ് ഉണ്ട്. നമ്മൾ കേരളീയർ പൊതുവെ ആദ്യമകാലം മുതലേ നമ്മൾ കക്കൂസിന്റെ താല്പര്യം നമ്മൾ കാണിക്കുന്നില്ല. എന്നാൽ പോലും നമ്മൾ കേന്ദ്ര സർക്കാർ നമ്മൾ പെട്രോളിന് വില കൂട്ടി പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നമ്മൾ കുറയ്ക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ കായലിന് തോടൊക്കെ ഒരുപാടുണ്ട്. തൂറാനായിട്ട് കായലിന്റെ കരയിൽ തന്നെ തൂറിയിട്ട് അവിടുന്ന് വെള്ളം കുറിച്ചവരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ രാജസ്ഥാനിലും ബീഹാറിലും വെള്ളമില്ല. അതുകൊണ്ടാണ് കേരളത്തിലാണെങ്കിൽ എവിടെ വേണം നമുക്ക് ചവിരിക്കാനുള്ള കായലിൽ തീർത്തും തൂറിയപ്പോൾ തന്നെ ചവിരിക്കാൻ വെള്ളമുണ്ട്. ഈ ബീഹാറിലും രാജസ്ഥാനിലും UPയിലൊന്നും ഈ വെള്ളമില്ല, തൂറാനായിട്ട് സ്ഥലമില്ല. അതാണ് മെയിൻ. അതുകൊണ്ട് അവർ പെട്രോളിന്റെ വില ഇങ്ങനെ കൂട്ടി ഓരോരുത്തർക്കും കക്കൂസ് നിർമ്മിക്കാനുള്ള പദ്ധതി നമ്മളിൽ നിന്നും നമ്മൾ ആവിഷ്കരിച്ചു കൊടുക്കുന്നു. കേരളത്തിൽ കായലിലും തോടുന്ന കരയിൽ ആളുകൾ തൂറിയിട്ട് അവിടെ 44 നദികൾ. അതുകൊണ്ട് കേരളീയർ ബുദ്ധിമാന്മാരാണ്. അതുപോലെ കേരളത്തിൽ വേറൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ശൗചാലയം ഇല്ലാത്ത രീതിയിൽ കേരളീയർക്ക് ഉപയോഗിക്കാൻ അറിയാം. അപ്പൊ ഇലകൾ ഒരുപാട് പൊടിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. വെള്ളം ഇല്ലെങ്കിൽ അവിടെ ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോ മോദി പ്രകടന വാക്യമുണ്ടായിരുന്നു അഗ്ലി ബാർ മോദി സർക്കാർ. അതേ കണക്ക് അഗ്ലി ബാർ കക്കൂസ് സർക്കാർ എന്നാക്കുന്നതിലൂടെ താങ്കൾക്ക് എന്താണ് പൊതുവെ അയാളെ ഭരണം കക്കൂസ് ഭരണമാണെന്നാണ് പറയുന്നത്. കാരണം അയാൾ മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒരാൾക്ക് നാം 1 നമുക്ക് 100 എന്ന് പറയുന്ന പോലെ ചൈനയിൽ അങ്ങനെയാണ് പറയുന്നത്. അവിടെ കുട്ടികളുണ്ടാകുന്നതിന് നാം 1 നമുക്ക് 100 അങ്ങനെയാണ് അവരെ കണ്ടത്. കേരളത്തിലാണെങ്കിൽ അതൊക്കെ പ്രശ്നമില്ല. കേരളത്തിന് മുകളിലാണല്ലോ ഇന്ത്യ വരുന്നത്. ഇന്ത്യൻ സർക്കാർ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം 1 നമുക്ക് 4 കക്കൂസ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 4 കക്കൂസാണ് വേണ്ടതെന്നാണ് പറയുന്നത്. വീട് വേണ്ട. അവർ റേഷൻ കൊടുക്കുന്നുണ്ട് സർക്കാർ. തിന്നിട്ട് നേരെ കക്കൂസിന് ഇരുന്നാൽ മതി. കസേരയിട്ട് അവിടെ ഇരിക്കുക. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തിന്നുക തൂറുക. അതാണ് അവരുടെ മുദ്രാവാക്യം.